ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ തിരൂരിലെ അംഗീകൃത പഠന കേന്ദ്രമായ IHT കോളേജിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. എല്ലാ വർഷവും വ്യത്യസ്തമായ പരിപാടികളോടെയാണ് IHT ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത്. ഇത്തവണ വിദ്യാർത്ഥികളെ അണിനിരത്തി ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ കരോൾ ഒരുക്കിയത് ശ്രദ്ധേയമായി. പോലീസ് ലൈനിലെ CSI ചർച്ചിൽ നിന്നും വിദ്യാർത്ഥികളുടെ ആരവത്തോടെ ഒരുക്കിയ കരോൾ കൂടാതെ എല്ലാ വർഷത്തെയും പോലെ ദൈവപുത്രനായ ഉണ്ണിയേശുവിന്റെ പുൽക്കൂട്ടിലെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന പുൽക്കൂട് നിർമ്മാണ മത്സരത്തിൽ 7ഓളം ടീമുകളാണ് പങ്കെടുത്തത്. ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ കേക്ക് നിർമ്മാണ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഒരുക്കിയത് മധുരത്തിന്റെ വ്യത്യസ്തമായ രൂപങ്ങളായിരുന്നു. അതിഥികളായി എത്തിയ പോലീസ് ലൈൻ CSI ചർച്ചിലെ പാസ്റ്റർ ഫാദർ ബിനോയ്, ജിഷ ബിനോയ് എന്നിവർക്ക് ക്രിസ്തീയ മതവിശ്വാസികളുടെ ആഘോഷമായ ക്രിസ്മസ് കോളേജിലെ നാനാജാതി മതത്തിലുള്ള വിദ്യാർത്ഥികളും ചേർന്ന് ആഘോഷത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചകൾ തികച്ചും സന്തോഷമുണ്ടാക്കുന്നതാണെന്ന് ഫാദർ ബിനോയ് പറഞ്ഞു. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഓരോ പുൽക്കൂട്ടിലും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സൗന്ദര്യമുണ്ടെന്ന് ജിഷ ബിനോയ് പറഞ്ഞു. തികച്ചും മതേതരമായി കൊണ്ടാടിയ കോളേജിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം പുതുതലമുറയിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് ജിഷ ബിനോയ് കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾക്ക് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ക്രിസ്മസ് സന്ദേശവും നൽകിക്കൊണ്ടാണ് അതിഥികൾ മടങ്ങിയത്. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ട്രഷറർ ഫണ്ട് അടക്കമുള്ള രസകരമായ ഗെയിമുകളും നടന്നു. പരിപാടിക്ക് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കാത്തിങ്ങൽ സ്വാഗതം ആശംസിച്ചു. കോളേജ് പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് അധ്യാപകരായ വൃന്ദ വി, രജന പി, ഗോപിക എം, അശ്വതി ടി, വിജിത കെ, നിമ്മി PU, പ്രിയങ്ക, ഇന്ദുജ VP, സീനത്ത് KM, ഫർഹാന തസ്നി V, ഗ്രീഷ്മ T, അഫ്രാമൊയ്തീൻ, ഫെമിന, സുഫൈന, റിൻഷിദ M, മുനീറ, ഫാത്തിമ റഹ്ന, ഫാത്തിമ ഫഹ്മ, ഹാജറ M, സുജിത C, ജസീല E എന്നിവർ നേതൃത്വം നൽകി. വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ തിരൂരിലെ പഠന കേന്ദ്രമായ IHT കമ്പ്യൂട്ടർ കോളേജ് ഏകദേശം 1986 ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇപ്പം +2 ഡിഗ്രിയും കഴിഞ്ഞ ആളുകൾക്കുള്ള ഒട്ടേറെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വ്യാപകമായി നൽകാൻ വേണ്ടി സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇതിൻ്റെ ബ്രാഞ്ചിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിൽ കമ്പ്യൂട്ടർ സ്റ്റുഡൻസും അതേപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്, മോണ്ടിസോറി TTC, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അനുബന്ധമായിട്ടുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ കോഴ്സിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ബീയിങ് എ ഹ്യൂമൻ, നമ്മൾ മനുഷ്യരാശിയിൽ നമ്മൾ ഒരു മനുഷ്യവനായിട്ട് ഇവിടെ ഭൂമി ലോകത്ത് വന്നെങ്കിൽ മനുഷ്യത്വമുള്ളവനായിക്കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. കുറേ നമ്മളിപ്പം ആഘോഷങ്ങളായിക്കൊണ്ടും കരോളുകളായിക്കൊണ്ടും ലോകമെമ്പാടും പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഇതിൽ കുറേ മെസ്സേജുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. മാക്സിമം ഒരു സ്റ്റുഡൻസിന് 2000 മേലെ അവരുടെ ബ്രെയിൻ ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മാനേജിംഗ് ഡയറക്ടർ എൻ്റെ മകനുമായി പറഞ്ഞത് 1986 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. വളരെ ഭംഗിയായിട്ട് എല്ലാ വർഷവും ഓണമായിട്ടും ക്രിസ്മസ് ആയിട്ടും അതുപോലെ എല്ലാ സംഗതികളിലേക്കും ഞങ്ങൾ ആ സമയത്തിന് ആസ്പദമായിട്ട്
പെരുന്നാളാകുമ്പോൾ ഞങ്ങൾ സാധാരണ മൈലാഞ്ചി മത്സരം നടത്താറുണ്ട്. ഓണമാകുമ്പോൾ പൂക്കള മത്സരം നടത്താറുണ്ട്. ക്രിസ്മസ് ആകുമ്പോൾ ഇതുമാതിരി പുൽക്കൂടുകളും കേക്ക് കോമ്പറ്റീഷൻ മസ്റ്റ് ബി ദർ. ഈ 2025 ഈ ക്രിസ്മസ് വിവിധ മതസ്ഥരാണ്, സാഹചര്യങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻ, അതിലുപരി നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൻ്റെ പരമാവധി മാക്സിമം ആ പുൽക്കോട്ടിലുണ്ട്. അതുപോലെ ഇവിടെ ഒരു കേക്കിൻ്റെ ഒരു എക്സിബിഷൻ വെച്ചു. എനിക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വിവിധ സാഹചര്യത്തിൽ നിന്ന് ഒത്തിരി ടെൻഷൻ, അതിനകത്ത് കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്, ഭവനത്തിൻ്റെ സാഹചര്യങ്ങൾ. അപ്പം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിന് നിങ്ങൾ സമയമെടുത്ത് ഒരു കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്ടാണ്. 2-3 മണിക്കൂറൊക്കെ എങ്ങനെയായാലും എടുക്കും. അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ കൊടുക്കുന്നത് നന്നായിരിക്കണം, നന്നായിട്ട് പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ പ്രസൻറ്റേഷൻ ചെയ്തു, എല്ലാം നന്നായിട്ടുണ്ട്. അപ്പം എല്ലാവരോടും വലിയൊരു താങ്ക്സും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് പറയുന്നു. ഇവർ ചെയ്യുന്ന സപ്പോർട്ട്, നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്, കാരണം നിങ്ങൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കാതെ കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് തരുന്ന ടാലൻറ്റുകൾ, അതായത് ഞങ്ങളുടെ ഇതിൽ പറയുന്ന ടാലൻറ്റ്, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, നിങ്ങൾ ഈ സ്ഥാപനം വിട്ട് പഠിച്ച് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ, അതായത് പഠിച്ചവൻ അനുഗ്രഹിച്ചാൽ നിങ്ങളൊക്കെ പറയും ഇൻഷാ അല്ലാ എന്ന് പറയും അല്ലേ? അതായത് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇനി കാണാം എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാ, ദൈവം അനുവദിച്ചാൽ കാണാം എന്നാണ് അതിൻ്റെ ഒരു മീനിങ് അല്ലേ? അപ്പം ഈശ്വരൻ അനുവദിച്ചാൽ എന്ന് കാണാം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ സ്ഥാപനം വിട്ട് പഠിച്ച് കടന്നു പോകുമ്പോൾ, നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ഈ സമൂഹത്തിൽ നമ്മൾ നേരിടുന്നത് എന്തൊക്കെയാണെന്നും, എനിക്ക് എന്താണ് എൻ്റെ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുക, ഞാൻ എന്താണ് എൻ്റെ സമൂഹത്തിന് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട എൻ്റെ ഫാമിലിയിൽ എൻ്റെ പാരൻസിന് എനിക്ക് എന്താണ് കൊടുക്കാൻ സാധിക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ അനേക യുവാക്കളുണ്ട്, യുവതികളുണ്ട് അല്ലേ? കാരണം എന്താണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്? നിങ്ങൾക്കറിയാം ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങളെ പഠിക്കാൻ ഇങ്ങോട്ട് വിടുന്നത്. തിരിച്ച് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് എന്താ? നല്ലൊരു മകനായി, നല്ലൊരു മകളായി അല്ലേ? അത് മാത്രമല്ല സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വമായിട്ട് വേണം മാറാൻ. മീഡിയ ന്യൂസ്, തിരൂർ.